സമ്പത്ത് നൽകിക്കൊണ്ട് പടച്ചവർക്ക് പരീക്ഷിക്കും. സമ്പത്ത് തീരെ കൊടുക്കാതവർക്ക് പരീക്ഷിക്കും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണം പെട്ടെന്ന് നൽകിക്കൊണ്ട് പടച്ചവർക്ക് പരീക്ഷിക്കും. അതുപോലെ തന്നെ മറ്റുള്ള ഭൂചലനം, അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ, പ്രകൃതി ദുരന്തങ്ങൾ, പ്രളയം, ഈ രൂപത്തിലുള്ള എല്ലാ മേഖലകളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുമ്പോൾ, ഇങ്ങനത്തെയുള്ള പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ എത്രയോ ആളുകൾ സ്വീകരിക്കുന്ന ഒരുപാട് കുറുക്കു വഴികളെ നമുക്ക് കാണാൻ കഴിയും. ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഇനി എന്റെ റബ്ബിൽ എനിക്കൊരു പ്രതീക്ഷയുമില്ല, ഇനി എന്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് നല്ലത് എന്ന് കരുതിക്കൊണ്ട് ജീവൻ പോലും നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകമുണ്ട്, നാളെ വിചാരണയുണ്ട്, എനിക്ക് ഖബർ ജീവിതമുണ്ട്, ബർസഖിയായ ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് രൂപത്തിൽ പടച്ചവർക്ക് പരീക്ഷിച്ചാലും അതിനെല്ലാം ക്ഷമിച്ച് സഹിച്ച് ആ റബ്ബിന്റെ പരീക്ഷണത്തിന്റെ മുമ്പിൽ കീഴടങ്ങി നിൽക്കുവാൻ വിശ്വാസിക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, ഈ ഐഹിക ജീവിതം എന്നുള്ളത് പരീക്ഷണത്തിന്റെ കലവറയാണ്. അപ്പൊ നമ്മൾ ആലോചിച്ചു, ഇവിടെ സന്തോഷമുണ്ടല്ലോ, അത്യാവശ്യത്തിലൊക്കെ ഇവിടെ ആനന്ദിക്കുവാനുണ്ടല്ലോ, കുറച്ചൊക്കെ ഞാൻ അടിച്ചു പൊളിക്കുന്നുണ്ടല്ലോ. എങ്കിലും പ്രിയപ്പെട്ടവരെ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. ആ പടച്ചവനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. അല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്, ഖലഖൽ മൗത വൽ ഹയാത്ത്, ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചവനാണ്. ആ റബ്ബ് എന്തിനു വേണ്ടിയിട്ടാണ്? ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നറിയാൻ പടച്ചവൻ എന്ത് ചെയ്യാണ്? നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. ഒരു പരീക്ഷണം എന്ന നിലക്ക്, ഒരു പരീക്ഷണം എന്ന നിലയിൽ തിന്മ നൽകിക്കൊണ്ടും നന്മ നൽകിക്കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കും. അല്ലാഹു പറയാണ്, കൂട്ടരെ, നിങ്ങളെ നാം പരീക്ഷിക്കും. മറ്റൊരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. പ്രിയപ്പെട്ടവരെ, മനഃപാഠമാക്കി വെക്കണം, ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കേണ്ടുന്ന വചനങ്ങളാണ്. ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊക്കെ നിഅമത്തുകൾ നമ്മുടെ ജീവിതത്തിൽ തരുന്നുണ്ടോ, ഏതൊക്കെ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ തരുന്നുണ്ടോ, ആ നിമിഷങ്ങളിലെല്ലാം മനഃപാഠമാക്കി വെക്കേണ്ടുന്ന വചനങ്ങളാണ്. കുറച്ചൊക്കെ ഭയം നൽകിക്കൊണ്ട്, പട്ടിണി നൽകിക്കൊണ്ട്, ധനനഷ്ടം നൽകിക്കൊണ്ട്, വിഭവ നഷ്ടം നൽകിക്കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്കാണ് സന്തോഷ വാർത്തയുള്ളത്. അപ്പൊ പരീക്ഷണം ഉണ്ടാകും, അള്ളാന്റെ പരീക്ഷണം ഉണ്ടാകും. ആ പരീക്ഷണത്തിൽ എന്ത് ചെയ്യാൻ ചെയ്യണം? നമുക്ക് ക്ഷമിക്കുവാൻ വേണം. എന്തിനേറെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ നിയോഗിതരായിക്കൊണ്ടുള്ള പ്രവാചകന്മാർ ഓരോ സമുദായത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ദൂതന്മാരെ നിയോഗിച്ചപ്പോ ആ ദൂതന്മാർ ഏൽക്കേണ്ടി വന്ന പ്രയാസങ്ങൾ എത്രയാണ്, അവർ അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയാണ് പ്രിയപ്പെട്ടവരെ. ദീനിന്റെ പേരിൽ എന്തൊരു ശർറാണ്, അല്ലെങ്കിൽ എന്തൊരു പ്രയാസമാണ് ഞാനും നിങ്ങളും ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഈ ദഅവത്തിന്റെ മേഖലകളിൽ ആരെങ്കിലും ഒരു ക്ലാസ്സിലേക്ക് ക്ഷണിക്കുവാനോ, ആർക്കെങ്കിലും ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുവാനോ, എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും ആ രൂപത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാർ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ പോലും നഷ്ടപ്പെടുത്തുമാർ ജനങ്ങൾ അവരെ പീഡിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ചരിത്രം അറിയാത്തവർ ആരും ഈ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. സമ്പന്നതയുടെ കൊടുമുടിയിൽ ജീവിച്ച മഹാനായ പ്രിയപ്പെട്ടവരെ,
മദീനയുടെ ഒരു ഭാഗത്ത് ഇസ്ഹഖ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട് എന്നുള്ളത് കിലോമീറ്ററുകൾ ദൂരെയുള്ള ആളുകൾ പോലും അറിയുമാർ അത്രയേറെ വിലപിടിപ്പുള്ള സുഗന്ധം ഉപയോഗിച്ച മഹാനായ ഇസ്ഹഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരുപാട് ദഅവത്ത് നടത്തി, ഒരുപാട് പ്രവർത്തിച്ചു. പടച്ചറപ്പ് കൊടുത്ത സമ്പത്തൊക്കെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വിനിയോഗിച്ചു. മദീന പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇരിക്കുമ്പോ ഒരു മനുഷ്യനതാ ജടപിടിച്ച മുടിയുമായി വസ്ത്രം കീറിയ നിലക്കായി ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നയനങ്ങളതാ നിറഞ്ഞൊഴുകുകയാണ്. നോക്കുമ്പോൾ മഹാനായ ഇസ്ഹഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടപ്പെട്ട് കരയാൻ, ഇസ്ഹഖേ ഒരു വേള നീ ആരായിരുന്നു? നീ സമ്പത്തുള്ള വ്യക്തിയായിരുന്നു. എന്തിനേറെ പ്രിയപ്പെട്ടവരെ, ഓരോ വീടുകൾ കയറി ഇറങ്ങി ദഅവത്ത് നടത്തി ഇസ്ഹഖ് റളിയല്ലാഹു അൻഹു സമ്പത്തൊക്കെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വിനിയോഗിച്ചു. ഇസ്ഹഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോ സ്വഹാബത്ത് പരാതിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, റസൂലേ, ഇസ്ഹഖിന്റെ കാല് മറക്കുമ്പോൾ തലഭാഗം പുറത്തു വരികയാണ്, തലഭാഗം മറക്കുമ്പോൾ കാൽഭാഗം പുറത്തു വരികയാണ്, കാൽഭാഗം പുറത്തു കാണുകയാണ്. അവരിലേക്ക് എടുത്തു നോക്കുമ്പോൾ അവസ്ഥയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബ, കാൽഭാഗം നിങ്ങൾ പുല്ല് വെച്ചുകൊണ്ട് നിങ്ങൾ വളർത്തുക. പ്രിയപ്പെട്ടവരെ, സമ്പത്തിന്റെ കൊടുമുടിയിൽ ജീവിച്ച സ്വഹാബിയുടെ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ അവസരം ആലോചിച്ചോട്ടെ. നാളെ പരലോകത്ത് ഇസ്ഹഖ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവോട് പറയാനുണ്ടാകും ഒരുപാട് കാര്യങ്ങൾ. ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നാളെ റബ്ബിനോട് എന്ത് പറയാൻ കഴിയും? നമുക്ക് പോയി കിടക്കേണ്ട ആ കബറിൽ, നമുക്ക് പോയി കിടക്കേണ്ട ആ കബറിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു നമ്മളോട്, പടച്ചറപ്പ് നമ്മളോട് ചോദിച്ചു, എന്താണെന്നറിയോ? അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅ്സാഉ വദ്ദറാ. പടച്ചറപ്പിന്റെ ചോദ്യം പ്രിയപ്പെട്ടവരെ ഹൃദയത്തെ മാറ്റുന്ന ചോദ്യമാണ്. അല്ല കൂട്ടരെ, നിങ്ങൾ വിചാരിക്കുകയാണോ വെറുതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന്? അപ്പൊ നമ്മളൊക്കെ നമ്മുടെ അടുത്തൊരു ധൈര്യത, ഞാൻ ഒന്ന് ജുമാക്ക് നേരത്തെ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ സുബൈ നേരത്തെ നിസ്കരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറച്ചൊക്കെ നന്നായിട്ടുണ്ട്, പടച്ചോക്ക് സ്വർഗം നൽകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല, അല്ലേ? നമ്മളൊക്കെ കരുതിയിരിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, നിങ്ങളന്ന് വെറുതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ചിട്ടുള്ള യാതനകളും വേദനകളും നൊമ്പരങ്ങളും പീഡനങ്ങളും ഒന്നും അനുഭവിക്കാതെ എത്രത്തോളം എന്ന് വെച്ചാൽ അവരിലെ ദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞു പോകുമാറും, എപ്പോഴാണ് റബ്ബിന്റെ സഹായം നബിയേ എന്നാണ്. എപ്പോഴാണ് പടച്ച റബ്ബിന്റെ സഹായം നമുക്ക് ലഭിക്കുക? അറിയണേ, പടച്ച റബ്ബിന്റെ സഹായം ഏറ്റവും അടുക്കാവുന്നു. അതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ കാണുമ്പോ സന്തോഷിക്കേണ്ട, എനിക്കൊന്നും ബാധിച്ചിട്ടില്ലല്ലോ എന്ന് കരുതേണ്ട. പ്രിയപ്പെട്ടവരെ, സമ്പത്ത് നിനക്ക് നൽകിയിട്ടുണ്ടോ? ആ സമ്പത്ത് നിനക്ക് നൽകിയതിലൂടെ പടച്ച റബ്ബ് നിന്നെ പരീക്ഷിക്കുകയാണ്. നീ എന്താണ് അതുകൊണ്ട് ചെയ്യുന്നത്? അല്ലെ, എത്രയോ ആളുകള് ദുരിതബാധിതരായിക്കൊണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ആളുകളുടെ അടുത്തേക്ക് പോവുകയും അവരെ സഹായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭം അവരെ അവഹേളിക്കുവാനും പ്രയാസപ്പെടുത്തുവാനും ഉള്ള ആളുകൾ കൂടി സോഷ്യൽ മീഡിയകളിലൂടെ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പരീക്ഷിക്കപ്പെടുന്ന കൊണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സഹായിക്കാൻ നമുക്ക് കഴിയണം. ഇനി ഈ രൂപത്തിലുള്ള ഏതൊക്കെ പരീക്ഷണങ്ങൾ കടന്നു വന്നാലും വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മൾക്ക് പാഠമുണ്ട് പ്രിയപ്പെട്ടവർ. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതൊക്കെ റബ്ബിന്റെ തീരുമാനം അനുസരിച്ചാണ്. റബ്ബിന്റെ തീരുമാനം അനുസരിച്ചുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ തീരുമാനമാണ്. അല്ലാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ യാതൊരു വിപത്തും ബാധിച്ചിട്ടില്ല. ഒക്കെ പടച്ചോന്റെ തീരുമാനം. നിന്റെ ജീവിതത്തിൽ എന്ത് ശത്രുക്കൾ നിനക്ക് വരുന്നുണ്ടോ നീ മനസ്സിലാക്കിക്കൊള്ളുക, ഇത് റബ്ബിന്റെ തീരുമാനമാണ്, ഇത് പടച്ചോന്റെ തീരുമാനമാണ്. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ പരീക്ഷണത്തിൽ അടിയുറച്ചു നിൽക്കുകയും ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തെ നമ്മൾ വിശ്വസിക്കേണ്ടുന്ന കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ, എന്താണ് പ്രധാനപ്പെട്ട വിഷയം? എല്ലാ നന്മകളും തിന്മകളും
അല്ലാഹുവിൽ നിന്നാണെന്നുള്ള വിശ്വാസം. ഇത് സ്വാഭാവികമായി പല സന്ദർഭങ്ങളിലും ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു. എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ എന്റെ റബ്ബിനെ ഒഴിവാക്കി, എന്റെ റബ്ബിനെ തള്ളിവിട്ടു, അല്ലെങ്കിൽ ഞാൻ കുറച്ചൊക്കെ ഇബാദത്ത് ചെയ്യുന്ന ആളല്ലേ, എന്റെ അയൽവാസി ഒരു ദുരിതം ചെയ്യാത്ത, ഒരു അമലും ചെയ്യാത്ത ആളാ, ഒന്നും ഒരു കുഴപ്പമില്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എന്ത് ചെയ്യണം, കൂട്ടിക്കൊണ്ടിരിക്കണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണത്തെ നമ്മൾ ക്ഷമിക്കുക. അതല്ലേ നമ്മൾ പറഞ്ഞു പോയത്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത. പടച്ചോനെ, നീ നൽകിയതിനെ തടയാൻ ഒരാളുമില്ല, നീ തടഞ്ഞു വെച്ചതിനെ നൽകുവാൻ ഒരാളുമില്ല. ലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ എന്തെങ്കിലും ഒരു ഖൈർ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടുമുള്ള ആളുകൾ അത് തടഞ്ഞു വെച്ചാലും അത് നടക്കൂല. പടച്ചറപ്പ് തീരുമാനിച്ചതേ സംഗതി നടക്കുള്ളൂ, അല്ലേ? അപ്പൊ ആ രൂപത്തിൽ അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്നുള്ളൊരു ബോധം നമുക്ക് ഈ സന്ദർഭത്തിൽ ആവശ്യമായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എത്ര വലിയ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ, നിന്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങൾ നിനക്കുണ്ടായെങ്കിലും, ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി, ഏത് രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ നിന്നിലൂടെ കടന്നു വരുമ്പോഴും ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന മറ്റൊരു ചിന്ത എന്താണെന്നറിയോ? എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. ഇന്ന ഭാഗത്തൊരു തങ്ങളുണ്ട്, തങ്ങളെടുത്ത് പോയ കാര്യം നടക്കുന്നില്ല. ഇന്ന ഭാഗത്തൊരു ബീവിയുണ്ട്, ഒരു മക്കളുണ്ട്, ഒരു ശൈഖുണ്ട് എന്നുള്ള വിശ്വാസമല്ല. എനിക്ക് പരീക്ഷണങ്ങൾ നൽകിയ എന്റെ റബ്ബ് തന്നെ എനിക്കൊരു വഴി കാണിച്ചു തരുമെന്നുള്ള ഒരു ചിന്തയാണ് നമുക്കുണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ മഹാന്മാരായിക്കൊണ്ടുള്ള പ്രവാചകന്മാരുടെ പല ചരിത്രങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഒക്കെ നിങ്ങൾ ഫിറൗനിൽ നിന്ന് രക്ഷപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും അതുപോലെ തന്നെ ആ അനുയായികളും കൂടി കടന്നു വരികയാണ്. അങ്ങനെ രക്ഷപ്പെട്ട് ഓടി വന്നുകൊണ്ടിരിക്കുന്ന സമുദ്രത്തിന്റെ മുന്നിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോ, ആ തിരമ്പുന്ന സമുദ്രത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അനുയായികൾ പറഞ്ഞില്ലേ, മൂസ, അവര് നമ്മളെ പിടികൂടുമോ, അവര് നമ്മെ പിടിക്കുമോ എന്ന് പറഞ്ഞപ്പോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, ഇന്ന മഅീ റബ്ബീ സയഹ്ദീൻ, തീർച്ചയായും എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട്, എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആ തിരമ്പുന്ന സമുദ്രത്തിന്റെ മുന്നിൽ എത്തിപ്പെട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്തും ചെയ്യും, ജീവൻ പോലും നഷ്ടപ്പെടും എന്നുള്ള രൂപത്തിൽ എത്തി നിൽക്കുമ്പോൾ പോലും മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മനസ്സിൽ വന്ന ചിന്ത എന്താ? എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. ആ രക്ഷപ്പെടുത്തിയില്ലേ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമുദ്രത്തിൽ അടിക്കുന്നു, സമുദ്രം പിളരുന്നു. ആ സത്യവിശ്വാസികളും അവരിൽ വിശ്വസിച്ച ആളുകളും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും കടന്നു പോകുന്നു. ശത്രുക്കളായിട്ടുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദ്രത്തിൽ വെച്ച് പിടികൂടുന്നു. നല്ല ഒരു ചിന്തയാണ്, അല്ലെ? ഈ ഒരു ചിന്തയാണ് പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടാകേണ്ടത്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മൾ ഹിജ്റയുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ പറഞ്ഞപ്പോ ആ ചരിത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സൗദയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചില്ല, റസൂലേ, നമ്മളെ പിടിക്കുമോ റസൂലേ? അവർ നമ്മളെ പിടിക്കുമോ എന്ന് ചോദിക്കുമ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടായിരുന്ന ആ ഒരു പ്രതീക്ഷ രൂപത്തിലുള്ള വാക്കുകൾ തന്നെയാണ് പ്രിയപ്പെട്ടവരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അബൂബക്കറെ, റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നാം ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ മാറേണ്ടതുണ്ട്. കാരണം എന്താ, ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഏതൊക്കെ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചാലും പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു മേഖലകളിലേക്കോ നമ്മൾ യാതൊരു കാരണവശാലും തിരിഞ്ഞു പോകാൻ പാടില്ല. പോകാൻ എളുപ്പമാണ്, പോകാൻ വളരെ സിമ്പിളാണ്. അടുത്തുള്ള അയൽവാസിയോട് പോയി ജസ്റ്റ് ചോദിച്ചാൽ മതി, പ്രയാസത്തിലാണ്, എന്തൊക്കെ ചെയ്യാം, എന്തെങ്കിലും കുറുക്കുവഴികളുണ്ടോ? 240-ലേറെ കുറുക്കുവഴികൾ ഒരു പക്ഷേ ആ മനുഷ്യൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ പ്രിയപ്പെട്ടവരെ വിശ്വാസികളായ നമ്മൾ ഒരിക്കലും അത്തരത്തിൽ നമ്മൾ ചെന്നുപോയി പെടാൻ പാടുള്ളതല്ല. ഇനി എന്താണ് ഈ പരീക്ഷണങ്ങളിലൂടെ എല്ലാം നമ്മൾ നേടുന്നത് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ ഇഷ്ടമാണ്, അല്ലാഹുവിന്റെ മുഹബ്ബത്ത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ
ആർക്കെങ്കിലും ഒരു നന്മ വരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ അല്ലാഹു അയാളെ പരീക്ഷിക്കുമെന്നുള്ളത് അല്ലാഹുവിന് ഇഷ്ടം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ റബ്ബിന്റെ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ആത്മാർത്ഥമായി കൊണ്ട് പടച്ച റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക.